ഞാനെന്റെ രാജ്യത്തെ ശയിക്കുന്നു. സമ്പൂർണമായിട്ട് പൂർണ്ണമായ എന്റെ പാരമ്പര്യത്തെ ഞാൻ ബഹുമാനം കൊള്ളുന്നു. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കുറച്ച് നേരത്തെ നിങ്ങൾ കണ്ട ആ വീഡിയോ അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാത്തിലും വളരെ നല്ല രീതിയിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഒരു കുട്ടി അസംബ്ലിക്കിടയിൽ പ്രതിജ്ഞ ചൊല്ലുന്ന ഒരു വീഡിയോ. നമ്മളും ഇതുപോലെ ഒരുപാട് നാളുകൾ നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മൾ പഠിച്ച സ്കൂളുകളിലോ ഈ പ്രതിജ്ഞ ഒരുപാട് തവണ ചൊല്ലിയിട്ടുണ്ടാവും. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞ. അക്ഷരപിശക് മൂലമോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ എന്തോ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അപമാനം കൊള്ളുന്നു. അറിയാതെ വന്നുപോയ തെറ്റാണ്. പക്ഷേ നമ്മുടെ ഭാവി തലമുറ, അതായത് നമ്മുടെ മക്കളോ അവരുടെ മക്കളോ എല്ലാം ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞേക്കാം. അതായത് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയോർത്ത് അന്ന് അവരങ്ങനെ പറഞ്ഞേക്കാം, എൻ്റെ നാടിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അപമാനം കൊള്ളുന്നു. അത്രയധികം മോശമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇന്ത്യയും നമ്മളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മണിപ്പൂർ എന്താ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ? അങ്ങനെയെങ്കിൽ അവരെല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രമസമാധാനം നഷ്ടപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഭരണകൂടം ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ എന്താണ് ഇങ്ങനെ നിശബ്ദരായിക്കൊണ്ടിരിക്കുന്നത്? 200-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള എൻ്റെ ചാനലിലൂടെ ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നൽകിയാലോ ഒരു വീഡിയോ ഇറക്കിയാലോ എത്ര പേര് അത് കാണും, എത്ര പേര് ബോധവാന്മാരാകും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ലളിതമായ കാര്യങ്ങൾ പറയുവാനും അതുപോലെ പല കാര്യങ്ങൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയും ഇന്നത്തെ സാഹചര്യവും കാണുമ്പോൾ ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത എന്നൊക്കെ ഒന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസായിട്ടുള്ളൊരു സിനിമയായിരുന്നു മഹാവീരർ എന്ന സിനിമ. എബ്രിക് ഷൈൻ ആയിരുന്നു സംവിധാനം. നിവിൻ പോളി നിർമ്മാണവും അഭിനയവും നിർവഹിച്ചു. അതുപോലെ തന്നെ ആസിഫ് അലി, ലാല്, സിദ്ദിഖ്, മല്ലിക സുകുമാരൻ അങ്ങനെ ഒട്ടനവധി പേര് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു മഹാവീരർ. തിയേറ്ററിൽ എത്രത്തോളം വിജയമായി എന്നൊന്നും അറിയില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയായിരുന്നു. എനിക്ക് നല്ലൊരു പ്രതീക്ഷ തന്ന ഒരു സിനിമയായിരുന്നു. കാരണം മറ്റൊന്നുകൊണ്ടല്ല, മലയാള സിനിമയിൽ ആദ്യമായിട്ട് ടൈം ട്രാവൽ കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു മഹാവീരർ. എന്താണ് ടൈം ട്രാവൽ എന്ന് വെച്ചാൽ ഒരു കാലത്തിനപ്പുറം സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് ടൈം ട്രാവലിംഗ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ആ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. വളരെ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ കഥ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ടൈം ട്രാവലിംഗ് വഴി ഭൂതകാലത്തെ രാജഭരണവും രാജാവിന്റെ സിംഹാസനവും അതുപോലെ രാജഭരണ രീതികളും മന്ത്രിസഭയും എല്ലാം ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ ഭരണ രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ നിയമ വ്യവസ്ഥയിലേക്കും ഒരു ചെറിയൊരു കോടതിയുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. കഥയുടെ രത്ന ചുരുക്കം എത്ര മാത്രമേ ഉള്ളൂ. എക്കിൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു രാജാവ്, അതായത് ഒരുപാട് വെള്ളം കുടിച്ചിട്ടും ഒരുപാട് വൈദ്യന്മാരെ കണ്ടിട്ടും തന്റെ എക്കിൾ മാറാതെ ബുദ്ധിമുട്ടുന്ന ഒരു രാജാവ്. ആ രാജാവിന്റെ എക്കിൾ മാറണമെങ്കിൽ അതിസുന്ദരിയും അതുപോലെ തന്നെ കന്യകയുമായ ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് ആവശ്യമാണ്. അതിസുന്ദരിയും കന്യകയുമായ ഒരു പെൺകുട്ടിയെ കരയിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന കണ്ണുനീര് ഒരു കവിൾ കുടിച്ചു കഴിഞ്ഞാൽ ആ രാജാവിന്റെ എക്കിൾ മാറുമെന്ന് രാജഗുരു നിർദ്ദേശിച്ചു. രാജാവിന്റെ ഈ ആജ്ഞപ്രകാരം രാജ്യാതിർത്തിയിൽ നിന്ന് അതിസുന്ദരിയും കന്യകയുമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് മന്ത്രി ഇറങ്ങി തിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. മന്ത്രിക്ക് അതിസുന്ദരിയും കന്യകയുമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായി ആ പെൺകുട്ടിയുടെ പിതാവിന്റെ അനുവാദമില്ലാതെ ആ മന്ത്രി ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോരുകയാണ്. ഇതറിഞ്ഞ പിതാവ് പരാതിയുമായിട്ട് രാജാവിന്റെ അടുത്തേക്ക് എത്തുന്നു. രാജാവിന്റെ നിയമ സംവിധാനത്തിന് നീതി ലഭിക്കാതിരുന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുരുവര്യന്റെ സഹായത്തോടു കൂടിയിട്ട് ഇന്നത്തെ അതായത് ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ നിയമവ്യവസ്ഥയിലൂടെ നീതി നേടാനായിട്ട് നമ്മുടെ കോടതി മുറിയിലേക്ക് അവർ കടന്നു വരികയാണ്. രാജാവ് വന്നു. അതുപോലെ വാദിഭാഗവും പ്രതിഭാഗവും എല്ലാം കോടതിയിൽ എത്തിച്ചേർന്നു. രാജാവിന്റെ സിംഹാസനവും എത്തിച്ചേർന്നു. രാജാവിനും മന്ത്രിക്കും വേണ്ടിയിട്ട് അഭിഭാഷകർ ഹാജരായി. അതുപോലെ തന്നെ പെൺകുട്ടിക്കും അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് മറ്റൊരു അഭിഭാഷകനും കോടതിയിൽ ഹാജരായി. ഇത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അത് സിനിമയിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. വാദം മുന്നോട്ട് പോയി അവസാനം കോടതി വിധി വന്നു, രാജാവിന്റെ ആജ്ഞ അനുസരിക്കുക. അതായത് രാജാവിന് ആവശ്യമായിട്ടുള്ള കണ്ണുനീര് നൽകുവാനായിട്ട് കോടതി വിധിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കരയാത്ത ആ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ കണ്ണുനീര് ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. ഈ ഒരു ഭാഗം വളരെ വ്യക്തമാക്കുന്നത് ഇന്നത്തെ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബോൾഡ്നെസ്, അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്ക് എന്താണോ മറ്റുള്ളവരുടെ മുമ്പിൽ കരയാതിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തളർന്നു പോകരുത് എന്നുള്ളൊരു കാര്യം വിളിച്ചു പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു ആ പെൺകുട്ടിയുടെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. കോടതിയുടെ വിധിയാണ്, അത് അനുസരിക്കാതെ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാതെ വേറെ വഴിയില്ല എന്നൊരവസ്ഥ വന്നു. കോടതി തന്നെ അത് നേരിട്ട് ഇടപെടുന്നുണ്ട്. കരയുവാനായിട്ട് പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നു. ആ പെൺകുട്ടിയെ കോടതിയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിർത്തിക്കൊണ്ട് കരയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കോടതി തന്നെ മുന്നിട്ട് പറയുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി കരയുന്നില്ല. പെൺകുട്ടി കരച്ചിൽ എന്തെന്ന് അറിയില്ല. കോടതി വിധിയാണ്, ഏതു വിധേനയും കണ്ണുനീര് ശേഖരിക്കാം എന്നതാണ് വിധി. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും പെൺകുട്ടിയെ കരയിച്ചുകൊണ്ട് കണ്ണുനീര് ശേഖരിക്കാനായിട്ട് കോടതി മുൻകൈ എടുക്കുന്നു.
ഇത് ഒരു നിയമപാലകനെ, അതായത് ഒരു പോലീസ് കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കുന്നു. പോലീസ് കോൺസ്റ്റബിൾ ആദ്യം ആ പെൺകുട്ടിയെ പല കാര്യങ്ങളും പറഞ്ഞു വേദനിപ്പിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും പെൺകുട്ടി കരയുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ശരീരത്തിൽ വേദന നൽകുവാനായിട്ട് നിയമപാലകൻ ശ്രമിക്കുന്നു. പല വഴിയിലൂടെ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നു. പക്ഷെ പെൺകുട്ടി വേദന അനുഭവിക്കുന്നു എന്നല്ലാതെ കരയാനായിട്ട് തയ്യാറാവുന്നു. അതിനുശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം, ആ സിനിമയിൽ കാണിക്കുന്ന ആ നീതി നടപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിലിരിക്കുന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ കരയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവളെ നഗ്നയാക്കാൻ കോടതി വിധിക്കുന്നു. ജനങ്ങളുടെ മധ്യത്തിൽ, ആ നിയമ സംവിധാനത്തിന്റെ മധ്യത്തിൽ ആ പെൺകുട്ടി നഗ്നയാക്കി നിർത്തപ്പെടുകയാണ്. എന്നിട്ടും ആ പെൺകുട്ടി കരഞ്ഞില്ല. പക്ഷേ നിയമപാലകർ തങ്ങളുടെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ പെൺകുട്ടിയെ ചാട്ടവാറടിക്കാനായിട്ട് നിർദ്ദേശിച്ചു. വേദനിപ്പിക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് ജനങ്ങൾ പോലും തല താഴ്ത്തി, പലരും പ്രതികരിക്കാനാവാതെ നോക്കി നിന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോടതി വിധിയാണ്. അതിനെ എതിർക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല. ഒരുപാട് ഇന്നർ ലെയേഴ്സ് ഉള്ള, ഒരുപാട് ലെയറുകളായിട്ട് കഥയെ വീക്ഷിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ മഹാവീരർ എന്ന സിനിമ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആ സിനിമയിൽ കാണിച്ചു തന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ തന്നെയാണ്. ഒരു വശത്ത് നിയമവും നിയമപാലകരും നീതിപീഠവും എല്ലാം നോക്കി നിൽക്കുന്നു. മറുവശത്ത് ഒന്നും പ്രതികരിക്കാനാവാതെ ഒരു പെൺകുട്ടി തന്റെ നീതി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ നഗ്നയാക്കി നിർത്തപ്പെടുന്നു. മാനുഷികാവകാശം അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അവകാശം എന്നൊക്കെ മുറവിളി കൂട്ടുന്ന നമ്മുടെ രാജ്യത്ത് ഈ ഒരു അവസ്ഥ നടന്നിട്ടും ആരും തന്നെ പ്രതികരിക്കാതെ നോക്കുകുത്തികളായി നിന്നു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്ര കാലം കഴിഞ്ഞാലും ഒന്നെങ്കിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പ്രത്യേക വിഭാഗക്കാർക്ക് ഒരിക്കലും നീതി ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ സിനിമയിൽ അങ്ങനെ വരച്ചു കാണിച്ചു. അതെ, ഇന്നത്തെ മണിപ്പൂരിന്റെ അവസ്ഥയിൽ നമ്മുടെ ഭരണകൂടവും നിയമ വ്യവസ്ഥയും നിയമപാലകരും എല്ലാം ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുകയാണ്. പേട്ടി ബച്ചാവോ പേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ ഉന്നമനത്തിനും പഠനത്തിനും വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുന്ന ഭരണകർത്താക്കൾ പോലും ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് ഒന്നും തന്നെ പ്രതികരിക്കാനാവാതെ, ഒന്നും ചെയ്യാനാവാതെ നിങ്ങളുടെ വേദനയും ഞാനും പങ്കുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഇടയിലെ തന്നെ ഒരു പ്രശ്നത്തിൽ നമുക്ക് പങ്കുചേരാനാവുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന് സിമ്പതിയുടെ രൂപത്തിലും മറ്റൊന്ന് എംപതിയുടെ രൂപത്തിലും. സിമ്പതി എന്നത് വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ താങ്കളുടെ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ താങ്കളുടെ വിഷമത്തിൽ ഞാനും ഖേദം പ്രകടിപ്പിക്കുന്നതായിട്ട് അറിയിക്കുക. ഇന്നത്തെ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കിയാൽ #victim അല്ലെങ്കിൽ #survivor എന്നൊക്കെ എഴുതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് മിണ്ടാതെ ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഈ സിമ്പതി കൊണ്ട് ആർക്കും ഒരു ഗുണവും തന്നെയില്ല. ഭരണകൂടവും അധികാരം കയ്യിലുള്ളവരും ഈ സിമ്പതി അല്ല ഇത്തരം ഒരു അവസ്ഥയിൽ പ്രയോഗിക്കേണ്ടത്. പകരം എംപതിയാണ്. പുട്ട് യുവർ സെൽഫ് ഇൻ അതർ ഷൂ. അതായത് ആ ഒരു അവസ്ഥയിൽ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതാണ് ഇന്നത്തെ ഭരണ സംവിധാനത്തിനും നമ്മുടെ ഭരണാധിപർക്കും ആവശ്യമായിട്ടുള്ളത്. നീതിയും അവകാശവും എല്ലാം നഷ്ടപ്പെടുന്ന ഇന്നത്തെ സമൂഹത്തിന് നീതി നേടിക്കൊടുക്കാൻ ഇന്നത്തെ ഭരണകൂടത്തിനാവണം. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയരട്ടെ. നമ്മുടെ ഭരണകൂടം കണ്ണു തുറക്കട്ടെ. നീതിന്യായ വ്യവസ്ഥ നീതി നടപ്പാക്കട്ടെ. മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നതുവരെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്.